ന്യൂസ് 3 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ സ്ഫോടനത്തിൽ ഒരു മരണം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി വിഷ്ണു. 4 പേരുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരിക്ക്. പൊട്ടിത്തെറിച്ചത് പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച പടക്കം. പടക്കശാല പ്രവർത്തിച്ചത് അനുമതിയില്ലാതെ. പടക്കം സംഭരിച്ചത് നിയമവിരുദ്ധമായെന്ന് ജില്ലാ കളക്ടർ. ക്ഷേത്ര ഭാരവാഹികൾ പോലീസ് കസ്റ്റഡിയിൽ. സ്ഫോടനത്തിൽ 50ഓളം വീടുകൾക്ക് നാശം. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. വയനാട് പടമലയിലെ ആളെക്കൊല്ലി കാട്ടാനയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ആനയെ മണ്ണുണ്ടി വനമേഖലയിൽ കണ്ടെത്തി. കുങ്കിയാനകളടക്കമുള്ള സംഘം ആനയ്ക്ക് പിന്നാലെ. ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വയനാട്ടിലെ കാട്ടാനാക്രമണത്തിലെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. SFIO അന്വേഷണത്തിൽ KSIDCക്ക് വീണ്ടും തിരിച്ചടി. അന്വേഷണം നടക്കുന്നത് നല്ലതെന്ന് ഹൈക്കോടതി. രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. അന്വേഷണം വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് KSIDC. വിദേശ സർവകലാശാല വിഷയത്തിൽ പുനരാലോചനയ്ക്ക് CPM. വിഷയം പൊളിറ്റ് ബ്യൂറോയ്ക്ക് വിടാൻ തീരുമാനം. നീക്കം CPI എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ. നടപ്പാക്കുമെന്നല്ല, പരിശോധിക്കുമെന്നാണ് പറഞ്ഞതെന്ന് MV ഗോവിന്ദൻ. മസാല ബോണ്ട് കേസിലെ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സമൻസ് നീട്ടണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. ഹാജരാകുന്നതിൽ ഐസക്കിന് തീരുമാനമെടുക്കാമെന്ന് കോടതി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ K ബാബുവിന് തിരിച്ചടി. M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി തള്ളി.